നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ കുത്തിവയ്പ് എടുത്തതിനെ തുടർന്ന് അബോധാവസ്ഥയിലായിരുന്ന യുവതി മരിച്ചു. കാട്ടാക്കട സ്വദേശി കൃഷ്ണയാണ് മരിച്ചത്. സംഭവത്തിൽ താലൂക്ക് ആശുപത്രി ഡോക്ടർ വിനുവിനെതിരെ പോലീസ് കേസെടുത്തു. ഈ മാസം 15-ന് നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ മലയങ്കിഴ് സ്വദേശി കൃഷ്ണയാണ് മരിച്ചത്. ആശുപത്രിയിൽ കിഡ്നി സ്റ്റോൺ ചികിത്സയുടെ ഭാഗമായി കുത്തിവയ്പ് എടുത്തു. ഇതിന് പിന്നാലെ യുവതി അബോധാവസ്ഥയിലായെന്നാണ് കുടുംബം പറയുന്നത്. പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു. 6 ദിവസമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്ന കൃഷ്ണ രാവിലെ 7:30 മരിച്ചു. കൃഷ്ണയ്ക്ക് അലർജി പ്രശ്നങ്ങളുണ്ടെന്ന് ഡോക്ടറോട് പറഞ്ഞിരുന്നുവെന്ന് ബന്ധുക്കൾ വ്യക്തമാക്കി. അലർജിയിലാണ് ഇവിടെ അവൾക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടലുണ്ടാവുകയും ചെയ്തു. ശ്വാസം മുട്ടലുണ്ടാകുന്ന പറഞ്ഞാൽ അവിടെ വെച്ച് ഡോക്ടർമാർ ഇതായെന്ന് പറഞ്ഞു. പിന്നെ ഒരു ചെറിയൊരു ജീവനുണ്ടോ എന്ന് പറഞ്ഞു ഡോക്ടർ എന്ന് പറഞ്ഞു. ആ ഒരു ഇതിലാണ് എന്താ പറയുക ഇങ്ങോട്ടേക്ക് കൊണ്ട് വെന്റിലേറ്ററിലായിരുന്നു. ഏത് ഇഞ്ചക്ഷനാണ് നൽകിയതെന്ന് പറയാൻ പോലും ഡോക്ടർ തയ്യാറായില്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചു. നാളില്ലാത്ത സമയത്ത് ഡോക്ടർ ഏത് ഇഞ്ചക്ഷൻ കൊടുത്തെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? വോയിസ് ക്ലിപ്പ് എൻ്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട്. ഇത് കണ്ട് ഈ സംഭവം കണ്ട് ഇവിടെ ഈ ദൃക്സാക്ഷിയായിട്ട് ഒരാൾ 17-ാം വാർഡിലോ 14-ാം വാർഡിലോ ഉണ്ട്. അയാൾ ഇന്നലെ രാത്രിയും കൂടി വന്നിട്ട് പറഞ്ഞതേ ഉള്ളൂ അയാൾ എവിടെ വേണം എന്ന് പറയാം, എന്ത് വേണം, ഈ കണ്ട സംഭവങ്ങൾ അയാളുടെ സഹോദരി വന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാത്രിയും കൂടി വന്ന് പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ. അതേസമയം കൃഷ്ണയുടെ കുടുംബം നൽകിയ പരാതിയെ തുടർന്ന് നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രി ഡോക്ടർ വിനുവിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ ചികിത്സാ പിഴവ് മൂലമാണ് മരണമെന്നത് അടിസ്ഥാനരഹിതമാണെന്നാണ് ഡോക്ടർമാരുടെ സംഘടന പറയുന്നത്. ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് സാധാരണഗതിയിൽ നൽകുന്ന പാൻഡോപ്രസോൾ എന്ന മരുന്ന് മാത്രമാണ് ആശുപത്രിയിൽ നിന്ന് രോഗിക്ക് നൽകിയിട്ടുള്ളത്. ഏതൊരു മരുന്നിനും സംഭവിക്കാവുന്ന ദ്രുതഗതിയിലുണ്ടാകുന്ന മാരകമായ അലർജി പ്രക്രിയയാണ് രോഗിക്ക് സംഭവിച്ചിട്ടുള്ളതെന്നാണ് KGMOയെ വിശദീകരണം. ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.